എന്തു പറ്റി? ഉറങ്ങിയില്ലേ? ഇല്ല, നീ കിടന്നോ? എന്താ? എന്താണേലും പറ. എനിക്കിന്നൊരു മിസ് കോൾ വന്നു. ആരുടെ? എണീക്ക്, എണീക്കടാ. എന്തൊരു ഉറക്കാടാ, എണീക്കടാ. ഒന്ന് പോയടാ, രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ല. നീ വന്ന ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? വാടാ കൊണ്ട് പുതിയ ബുള്ളറ്റാ? പുതിയത് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലായിരുന്നു. തൽക്കാലം ഒരു സെക്കൻഡ് ഹാൻഡ് വേണം. കലക്കടാ. നീ ഒന്ന് ഓടിച്ചു നോക്കും, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഇനി നമുക്ക് ഇതിനകത്തൊരു ട്രിപ്പ് പോകണം. പിന്നല്ല. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി തിരിച്ച്. നമ്പർ വേറെ ആർക്കും അലോട്ടഡ് ആയി. അത് അവരുടെ നിന്ന് അറിയാതെ എന്തോ കോൾ വന്നതാ. അത്രേ ഉള്ളോ? അതിനാണ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്. ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ പോരെ? ആ കോൾ വന്നപ്പോൾ തൊട്ട് അവനെക്കുറിച്ചുള്ള തോട്ട്സാണ് മനസ്സിൽ. ശരിക്കും അവനെ ഞാനങ്ങ് മറന്നു. അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഒന്നും ഞാൻ ഓർത്തു വച്ചില്ല. അവൻ എന്തോ എന്നോട് പറയാനുള്ളത് പോലെ. അത് വിട്, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ കിടക്കാം. ആരാ? അച്ഛനെന്നെ മനസ്സിലായില്ലേ? ഞാൻ ആരും വൈശാഖിൻ്റെ കൂടെ പഠിച്ച. വൈശാഖോ? ആരാ വൈശാഖ്? മോൻ വീട് മാറിപ്പോയതായിരിക്കും. ആ ചേട്ടാ, വെറുതെ പുള്ളിയോട് സംസാരിച്ച് സമയം കളയണ്ട. പുള്ളിക്ക് ഓർമ്മയൊന്നുമില്ല. മോൻ മരിച്ചതിന് ശേഷം എപ്പോഴും ഈ ബൈക്കും തുടച്ചിരിപ്പാണ്. ചേട്ടൻ എന്തെങ്കിലും ചോദിക്കാണ്ട് അവിടെ ഒരു ഹോം നേഴ്സ് ഉണ്ട്, ആളോട് ചോദിച്ചു നോക്കും. ഞാൻ എന്താണ് ജോലി കിട്ടി ആദ്യം പോയി ബൈക്ക് എടുത്തതെന്നറിയോ നിനക്ക്? ഈ നാട് മുഴുവൻ ബൈക്കിൽ ചുറ്റണം എന്ന് ആഗ്രഹിച്ച ഒരാളുണ്ട് എൻ്റെ വീട്ടിൽ. ആൾക്ക് ബൈക്ക് മേടിക്കാനൊന്നും പറ്റിയില്ല, ആൾക്ക് ബൈക്ക് ഓടിക്കാനും അറിയില്ല. അതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം ഈ ബൈക്കിൻ്റെ പുറകിലിരുത്തി അച്ഛനെ കൊണ്ട് എനിക്ക് പോകണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. നീ നോക്കിക്കോ, എല്ലാം നടക്കും.